Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. നാളെയാണ് ക്രിസ്മസ്. മറ്റന്നാണ് ക്രിസ്മസ്. പക്ഷേ സാധാരണ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് ഞങ്ങൾ തേനെ മുളപ്പിക്കും, കടുകിടും. ഇവിടെ ഈ ഒരു പ്ലേസിൽ ഞങ്ങൾ ഫുൾ സെറ്റായിരിക്കും. പക്ഷെ ഇതാണ് ഞങ്ങൾ ഇതുവരെ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ, ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ട്. അപ്പോൾ ഇനി മറ്റന്നാൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾ ചെയ്തു തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തല്ലുകൂടി ഇന്നിപ്പോൾ അത് ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകും. 2 മണ്ണായിട്ട് നമുക്ക് വാരാനുള്ള കഴിവില്ല. നീ പോയി വാരിക്കോൾ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇവിടെ തീരെ പിടിക്കുന്നില്ല ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം. ദിസ് ഈസ് അവർ ക്രിസ്മസ് പുൽക്കൂട് പ്ലോട്ട്. നമ്മളിവിടെ ഇനി ഫുൾ സെറ്റാക്കും. മണ്ണെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൂട്ടാളികളോട് പൊന്നു ഉന്തുവണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ കൈ കൊണ്ട് വാരിടുന്ന പ്രതീക്ഷിച്ചിട്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കോരി മണ്ണ് പറയുന്ന സാധനം കൊണ്ടുപോകാണ്ടാണ് നമ്മുടെ കക്ഷി പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ പറമ്പുമായിട്ട് നോക്കൂ. ഇത് താറാവ് കുളിക്കാനുള്ള കുളമാണ്. ദിസ് ഈസ് എ പറമ്പ് ടൂർ. പറമ്പ് ടൂറിൽ നിങ്ങൾക്ക് എൻ്റെ പറമ്പിലെ പല പല സാധനങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ട് വെള്ളം എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. മീനൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്ന ഗൈസ്. നമ്മളങ്ങനെ പോകണം മണ്ണ് വരാൻ വേണ്ടി. നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് വരെ വരും, എന്നിട്ട് മുങ്ങും. അപ്പോൾ മീനുകളൊക്കെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകും ഗൈസ്. അതാ നിൽക്കുന്നു നമ്മുടെ പണിക്കാരി ജാനു. ഷി ലിറ്ററലി ഡസ് നത്തിങ്. പക്ഷെ ഷോസ് ഓഫ് കണ്ടാൽ എല്ലാ പണിക്കാരും. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങി. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല. നമ്മൾ മെയിനാവാനേ ആഗ്രഹിക്കുന്നുള്ളൂ, പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണിയെടുത്താൽ ദയർക്കരുതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണിയെടുക്കാൻ എനിക്ക് പറ്റില്ല ഗൈസ്. സോ ലെറ്റ്സ് വാക്ക് ആൻഡ് വൃത്തിയാക്കൽ ദർ. കോഴീനെ കണ്ടോ ഗൈസ്? കോഴിനെ കണ്ടിട്ടില്ല, മാത്രം വരുന്ന ഹൈബ്രിഡ് കോഴികളാണ്. യെസ് ഓഫ് കോഴ്സ്. ദിസ് വാസ് പശുത്തൊഴുത്ത്, ബട്ട് നോ പശു. ദിസ് ഇസ് പട്ടി. യെസ് പട്ടി. This is Tata. This is love birds. ഇതെന്തിനാണ് മമ്മിക്ക് ഇത് പ്ലാനാണ്? എന്ത് വെള്ളപ്പാട്? എവിടെ? എനിക്കൊരു വെള്ളപ്പാട് നമ്മുടെ ക്യാമറയിൽ കാണാനില്ലല്ലോ. ദാറ്റ് ഈസ് സൂപ്പർ. നമ്മൾ 2 കൂട്ടാളികളെ കാണാനില്ല. തട്ടുമുട്ടൊക്കെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ പണിക്കാർ എവിടെയാണെന്ന് അറിയില്ല.
എന്ത് ചെയ്യണം നമുക്ക് പോയി നോക്കിയിട്ട് വരാം. മക്കളെ എവിടെയാ? ഇപ്പറത്തെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് വാട്ട് ദേ ആർ ഡൂയിങ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നാ? ഞാൻ ഞെട്ടിപ്പോയല്ലോ. വാ പോകാൻ പോകുന്നത് എന്താ? ഒരു ചന്തി നടന്നു. ആനച്ചന്തം പിടിച്ചാ? അമ്പോ വേണ്ട. ഫ്ലാറ്റ് ടീ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആണ് എഴുതി വെച്ചോ. എന്നാ പശു തൊഴുത്തു. നിങ്ങൾ പറയും ഇത് കണ്ടിട്ട് പശു തൊഴുത്താക്കാനുള്ള അതല്ലേ. പശു ഇവിടുന്ന് വെള്ളം കുടിക്കുന്നു, പശു തിന്നുന്നു. ആ സമയത്ത് ഫ്ലാറ്റ് ഇല്ല. ഇത് അത് വേണമെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് മാറ്റാം. കൊപ്പില്ല, തിന്നോട്ടെ സ്റ്റൈലായിരുന്നു. ഇല്ലെങ്കിൽ രസമില്ലേ? അതിനെപ്പടി ഓട്ടെ. അപ്പൊ അതിനുള്ളിൽ ബൾബിട്ട് നല്ല വെളിച്ചെണ്ണ കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ കുറെ ആൾക്കാർ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ടാണ് മതി. അത് അങ്ങനെ ഞാൻ വിശ്വസിക്കുള്ളൂ. നമ്മുടെ കുറുക്കോട് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വിശ്വസിക്കാം. അല്ലാണ്ട് 24 തീയതി കഴിഞ്ഞു. 24 കൊതു ആക്രമിച്ച് കൊല്ലുന്നപ്പോ ഹാൻഡ്സ് ഫുൾ ഡേർട്ട് ഹേ ഹു ഹം ഹ. അതുകൊണ്ട് കുടിക്കണം. കൈയും കാൽ ഫുൾ ഡേർട്ടി ഹേ. ബൈ ഗൈസ്. നാളെ ഒന്നും കൂടി. നാളെ വൈകുന്നേരമാണ് നമ്മൾ ഫുൾ സെറ്റാക്കുക. കാരണം ചെടിയൊന്നും നമുക്ക് കേടാവാൻ പാടില്ല. നമ്മളിപ്പം മുറിച്ച് നമുക്കിത് തെങ്ങുകളൊക്കെ വരും. അതിൽ തെങ്ങല്ല പന എന്നാണ് മമ്മി പറഞ്ഞിരിക്കുന്നത്.
സാധനമൊക്കെ വരും, എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെയാണ് 24 വൈകുന്നേരം ആയിരിക്കും ഫുൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം രാത്രി കുർബാനയ്ക്ക് മുമ്പ് ഈശോ പിറക്കുന്നതായിരിക്കും. ഈശോ പിറന്ന് ഹാപ്പി ക്രിസ്മസ് ആവും. എന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് നോമ്പ് തുറ കഴിഞ്ഞിട്ടായിരിക്കും, നോമ്പ് മുറിക്കുക എന്ന് പറയുന്നത്. നോമ്പ് മുറിച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേറെ വ്ളോഗായിട്ട്. ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നാണ് 24-ാം തീയതി. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി നമ്മൾ കുട്ടിക്കൊണ്ട് വേണം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് അവർ രണ്ടുപേരും ഫുഡ് കഴിക്കും. അപ്പോൾ എന്നോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടീസ് ഉണ്ട് ബോണ്ണത്തലയുടെ. അപ്പോൾ കഴിച്ചു വെച്ച് പോയില്ലെങ്കിൽ മമ്മി എന്നെ കിൽ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് വേഗം ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഗൈസ്, വഴിയൊക്കെ ഇട്ടു. ഡിസ്കോ ലൈറ്റ് ഇൻ പുൽക്കോട്. ഗൈസ്, അപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസിന്, അതായത് എന്തെങ്കിലും ഒരു ആഘോഷം വരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നെയ്ബേഴ്സിനൊക്കെ കൊണ്ടു കൊടുക്കും. ഞങ്ങൾ അത്രയും പൊരുത്തത്തിലും സ്നേഹത്തിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ വട്ടയപ്പുണ്ട്, കേക്കുമുണ്ട്. എനിക്ക് ആകെ 2 കൈയുള്ളൂ ഗൈസ്. അതുകൊണ്ട് അതുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. വട്ടയപ്പും കേക്കും കൂടി നമുക്ക് കൊണ്ടുപോകാം. വേഗം വരൂ. ഹായ്, ഹാപ്പി ക്രിസ്മസ്. തൊള്ള നോക്ക് ഗൈസ്. ഇതേ വട്ടയപ്പം. ബൈ. അപ്പോൾ ക്രിസ്മസ് നാളെ ഉണ്ട്. നമ്മളിങ്ങനെ കേക്കൊക്കെ മുറിക്കാറുണ്ടായിരുന്നു. ക്രീം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളെ വരെ ഇരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ മുറിച്ചു. നട്ടി ബബിളി എങ്ങാണ്ടായിരുന്നു, പേരൊന്നും അറിയില്ല. പിന്നെ പാത്രം എടുക്കാനുള്ള ക്ഷമയില്ല, വിശന്നിട്ട് കണ്ണു കാണില്ല. അതിനിടയിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കുകയാണ്. വളരെ സർപ്രൈസ് ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയായിരുന്നു. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ വേണ്ടി തലോണയുടെ അവിടെ വന്നപ്പോൾ ഞാൻ തലയുടെ അടിയിൽ ഒരു പെട്ടി, അപ്പോൾ വയർലെസ് എന്ന് കണ്ടുട്ടോ. വയർലെസ് ഇങ്ങനെ ഇത്ര കണ്ടോളൂ ഞാൻ, ഇങ്ങനെ വയർലെസ് കണക്റ്റിങ്. അപ്പൊ ഞാൻ വൈഫൈയുടെ ചിഹ്നം ഞാൻ കണ്ടത്. വൈഫൈ ഒക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചാണ്. ഇത് എന്നിട്ട് പെട്ടിയ തുറന്നോക്കി ഞെട്ടിപ്പോയി. ഞാൻ റിയലി സർപ്രൈസ് എന്ന് വെച്ചാൽ അറ്റ് പീക്ക് സർപ്രൈസ് ആയി. എനിക്ക് സന്തോഷം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ദിസ് ഈസ് മൈ സർപ്രൈസ്. ഐ വാസ് സർപ്രൈസ്ഡ്. എൻ്റെ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. അവരോട് ഞാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരാഴ്ച. അപ്പൊ അവൻ പറഞ്ഞു പിന്നെ എനിക്ക് അതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ വാങ്ങിച്ചു തരില്ല എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. ഐ എം വെരി 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 ഹാപ്പി. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വട്ടയപ്പം ചിക്കനൊക്കെ കഴിച്ചു, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. നാളെ കുർബാനയൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോ വരാം. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ഇപ്പോഴാണ് വെളിച്ചം വന്നത്. ഇന്നലത്തെ മാല ബൾബില് നിങ്ങൾക്ക് വരയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. മാല ബൾബല്ല, ലേസർ ഷോയില് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു മാല ബൾബ് ഇടേണ്ട, ഒരു സ്പോട്ട് ലൈറ്റ് ഇട്ടാൽ മതി, സൂപ്പറാവുന്നു. അപ്പൊ വിശ്വസിച്ചില്ല. എന്നിട്ട് മാല ബൾബും പുൽക്കൂന്റെ ഉള്ളില് മറ്റേ കറങ്ങണ ലൈറ്റ് ഒക്കെ ആയിരുന്നു. ഇല്ലാണ്ട് കാണിച്ചു തരാം കേട്ടോ. പുൽക്കൂട് എപ്പടി ഇരിക്ക. ഉണ്ണീഷോ പിറന്നു ഇന്നലെ വൈകുന്നേരം. അതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്.
ഫുൾ ലൈറ്റ് ആയിരുന്നു. ഇതാണ് 3D ലൈറ്റ്, മാല ബൾബിൽ. പിന്നെ ഓവർ ഷോ ഉണ്ടായിരുന്ന കറങ്ങണ ലൈറ്റ്, ഗ്ലോറിയ. എന്റെ തൊഴുത്ത് എങ്ങനെയുണ്ട് ഗായ്സ്? തൊഴുത്തിൽ പക്ഷെ ഒരു ആടുള്ളൂ. ശില. തെങ്ങൊക്കെ എങ്ങനെയുണ്ട്? പാടം, ഫ്ലാറ്റ്, മല. എങ്ങനെയുണ്ടെന്ന് കമന്റ് ബിലോ.